പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതവും പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ്. പ്രകൃതി നമുക്കറിയാം. ഞാൻ ഇന്നലെ എൻ്റെ മോടെ പുസ്തകം നോക്കിയപ്പം ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ലിവിങ് ആൻഡ് നോൺ ലിവിങ് എന്ന് പറയുമ്പോൾ ജീവനുള്ളത്. അപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്നത് പ്രകൃതിയും മരവും ഒക്കെ ജീവനുള്ളതാണ് അല്ലേ? നമ്മൾ ഈ ഇരിക്കുന്ന മരത്തിനെല്ലാം ജീവനുണ്ട്, നമുക്കുണ്ട് ജീവനുണ്ട്, ആത്മാവുണ്ടോ അതൊക്കെ വേറെ ചോദ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജീവനുള്ള വസ്തുക്കളാണ്. നമ്മൾ മൃഗങ്ങളെ എങ്ങനെ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു പട്ടിയോ പശുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ വളരെ ശ്രദ്ധയോടെ നമ്മൾ പരിപാലിക്കുക. അതിന് വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ചെടികളും മരങ്ങളെയൊക്കെ ഭംഗിയായി പരിപാലിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മുടെ പൂർവികരൊക്കെ ഈ ഭൂമി അത് കഷ്ടപ്പെട്ട് അവർ ജീവിച്ച ആൾക്കാരാണ്. ആയതിനാൽ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനും എനിക്ക് തോന്നുന്നൊരു ഭാരതീയ സംസ്കാരത്തിൽ ഈ മരങ്ങളോടൊക്കെയുള്ള സ്നേഹം. ഒരു മരം വെട്ടാൻ പോകുമ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്ന നേരെ കയറി വെട്ടുകയാണ്. അതെ, നമ്മുടെ ഇവിടുത്തെ ഒരു സംസ്കൃതിയാണ് ആ മരത്തിനോട് അനുവാദം ചോദിച്ചിട്ട് ആ മരം വെട്ടുന്നത്. അതൊക്കെ ഒരു പഴയ ആൾക്കാരുടെ ഒരു അറിവാണ്. പക്ഷെ ഇപ്പോഴത്തെ രീതി ഞാൻ കയറി അങ്ങ് വെട്ടിക്കളഞ്ഞോണ്ട് പോവുക. അപ്പം നമ്മുടെ ഒരു പൂർവികരുടെയൊക്കെ നല്ലൊരു മരങ്ങളോട് മരം വെട്ടുമ്പോഴെങ്ങനെയാണ്. അതുകൊണ്ട് പറയാറുണ്ട്, ഒരു മരം വെട്ടിയാൽ 10 മരമെങ്കിലും നമ്മൾ നടണമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ബോധ്യത്തിൽ നിൽക്കാൻ ഞാൻ നിങ്ങളെ ശരിയാക്കാൻ വേണ്ടി എപ്പോഴും പറഞ്ഞു. അപ്പൊ എല്ലാവരെയും അനുവാദത്തോടുകൂടി ഇങ്ങനെ നിങ്ങൾ ഇപ്പുറത്തോ എവിടെ എല്ലാവരും ഫോട്ടോയ്ക്കല്ലോ പുറകെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നിൽക്കും. അവരെ വിളിച്ചാ ഫോട്ടോ അപ്പൊ എല്ലാവരെയും അനുവാദത്തോടെ നമ്മുടെ കല്ലുമല ചാപ്പലില് ഈ 2026 ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് റംബൂട്ടാൻ ആ ഫോട്ടോയെ കാണുന്നത് പോലെ നമുക്കൊരു കാലത്ത് റംബൂട്ടാൻ പറിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. പരിശുദ്ധരായ പരുമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ റംബൂട്ടാൻ നിങ്ങളെല്ലാ അനുവാദത്തോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ഈ റംബൂട്ടാൻ പ്ലാൻ ചെയ്യുന്നു. അത് ഇപ്പൊ ഇത്ര മുളക് മതി. അത് വെച്ചിട്ട് 5 കൊല്ലമായി. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. മണ്ണിട്ടാ മതി. മഴയൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി കഴിയും പറയാം, ഞങ്ങൾ ആ സമയം നട്ടാന്ന് പറയാം. ഇപ്പൊ റംബൂട്ടാന്റെ സീസണാ. കല്ല് കുറച്ചിട, കല്ല് തീവിടല്ല. അത് മറ്റേ ലാൽപ്ലാസ്റ്റിക്കിന്റെ വീട് അവർക്ക് മറ്റേ ഇതുണ്ടായിരുന്നല്ലോ പണ്ട്, മറ്റേ സ്കൂളിലെ കൈ പേരതാ ക്രിസ്ത്യൻ്റെ വീട്ടിൽ വിളിക്കേണ്ട പേരുന്നു. ഇതില്ല അതുപോലെ
നിങ്ങൾ തന്നെ നിക്കണം. വളം എടുത്തില്ലല്ലോ. ബാലസമാജക്കാരെല്ലാം നിക്ക്. വളം ഇരിപ്പുണ്ടായിരുന്നല്ലോ. അയ്യോ അതൊന്നും ഇരിക്കുന്നു. ഇതെന്തോ വേരില്ലല്ലോടാ. ബാലസമ്മാന പിള്ളേർ ഇങ്ങോട്ട് വാടാ. ആ മുൻ ട്രസ്റ്റിങ് വന്നേ. നീ വീഡിയോ എടുക്കുന്നുണ്ടോ? ഞാൻ ബിനാമിയാ. പിടിച്ചേ ഫോട്ടോ മാത്രം എടുത്താൽ മതി, വീഡിയോ എടുക്കണ്ട. പിടിച്ചാ മതി. നീ നിക്ക് ഇവിടെ. ആ നിക്ക ഓക്കെ. മൂത്താപ്പ വരസമാജം. നിങ്ങൾ പൊക്കി പിടിക്കും. അറിയില്ല അച്ഛനെ എനിക്ക് സമയം. എവിടാടാ ചേട്ടാ? ഇന്നില്ലേ ഇതുവരെ? മമ്മട്ടി കാണുന്നില്ലടാ. ഇങ്ങനെ ഇങ്ങനെ ആ അങ്ങനെ അങ്ങനെ വിളിച്ചു അങ്ങനെ വിളിച്ചു. മാവേലി കൊടന്നു. എടാ നിക്ക് നിക്ക് നിക്ക്. ഓക്കെ.